എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിനെ കൊണ്ട് ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് അത്രയും ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ. അതായത് ചെറിയ പുളിയും ചെറിയ മധുരവും ചെറിയൊരു എരിവും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി. അപ്പോൾ അതിനായി ഞാൻ എടുത്തതാണ് ഈ ഒരു ബൗളിന് നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിൽ വലിയ വലിയ ഉള്ളിയുണ്ട്, ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ്. അപ്പോൾ ഈ ഒരു ബൗളിൽ നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 5-10 വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അത് വലുതായതുകൊണ്ട് ഒന്ന് നടുകെ കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഉടച്ചെടുക്കണ്ട, ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് അരച്ചു വെക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പാടിട്ട് കൊടുക്കണ്ട, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ്, ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കാണുന്ന പുളിയുടെ കരടാണ് കേട്ടോ, പൊടിയൊന്നുമല്ല. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഞാൻ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് അതെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്നതാണ് ഒരു ചെറിയ കഷ്ണം വെല്ലമാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ മധുരം ഇത്രയും കഷ്ണം വെല്ലം വേണ്ടെങ്കിൽ അതിൽ നിന്ന് പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെല്ലം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് കുറുകി ആ പുളിയൊക്കെ അതിൽ വരുന്ന രീതിയിൽ നമ്മൾക്കിതൊന്ന് കുറുകിയെടുക്കണം. ഒരുപാട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പരുവത്തിനുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ട് തന്നെ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം വെന്ത് ആ പുളിയുടെയും ആ വെല്ലത്തിൻ്റെയും പിന്നെ ആ പച്ചമുളകിൻ്റെയും എരിവൊക്കെ ആ ഉള്ളിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാകത്തിന് ചാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിലൊരു കറിയാണ്. ഇനി കുറുകും തോറും ഇതിനും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതൊരു കറി ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ കറിവേപ്പില ഇടണം എന്നുള്ളവർക്ക് ഒന്ന് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്കും ഇച്ചിരി ഉലുവാപ്പൊടി ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.